82901701 മിസ് കോൾ ചെയ്യൂ. ഈ തിരുമുറ്റത്ത് ഓടിക്കളിച്ച നമ്മുടെ ആൻ്റണിയുടെ മക്കളുടെ വിധി
അനുകൂലമാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദേവി, അല്ല ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി എന്ന് വന്നാൽ മതിയായിരുന്നു ദൈവമേ. കിളികളും കാറ്റും പറഞ്ഞ കഥകൾ കേട്ട് ഒരു വർഷത്തിനിപ്പുറം നീതിക്ക് വേണ്ടി മുഖം മിനുക്കുന്ന താതനോടോതാൻ മണ്ണിനുമുണ്ട് 1000 കഥ. കുരുന്നു കങ്കണം മണ്ണിലുടഞ്ഞ കഥ, മാറിലുറങ്ങിയ പൊന്നോമനകൾക്കേറ്റ കാമവരിയുടെ കഥ, നീതിക്ക് വേണ്ടി കയറിയിറങ്ങിയ കോടതി മുറികളിൽ മുഴങ്ങിയ ന്യായത്തിൻ്റെ കഥ. സ്വന്തം മക്കളെ കാമക്കണ്ണുകൾ ഭസ്മമാക്കിയിട്ട് ഇന്നേക്ക് 1 വർഷം. പിഞ്ചു പെൺമക്കൾ പോയ ഈ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഒരു നാട് കരയാൻ തുടങ്ങി ഇന്നേക്ക് 1 വർഷം. ഈ ദിവസത്തിനു വേണ്ടിയാണ് കഴിഞ്ഞ 1 വർഷം ആൻ്റണിയും ഭാര്യയും ജീവിച്ചത്, ഒരു നാട് കാത്തിരിക്കുന്നത്. തങ്ങളുടെ മക്കളെ പിച്ചു ചീന്തിയവരെ പരമോന്നത കോടതി ശിക്ഷിക്കുന്നത് കാണാൻ. ആ കാത്തിരിപ്പിന് ഇനി നിമിഷങ്ങളുടെ ആയുസ് മാത്രം.
എൻ്റെ മക്കളെ, ഇനി ഞങ്ങൾക്ക് ആരുണ്ട്? മക്കളെ, അയ്യോ,
മോളെ, പൊന്നു മോളെ, പപ്പ വന്നു മക്കളെ. അയ്യോ മക്കളെ, ചാച്ച, 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 വെള്ളം. നീ എന്ത് ചെയ്യുന്നു? വേണ്ട, എൻ്റെ മക്കൾ ഉറങ്ങുക. ഒന്നും ചെയ്യണ്ട, അവരുറങ്ങട്ടെ. മതി മതി ആലിസേ.
ഏകാന്തതയൊരാൾ മാത്രമറിയുമെൻ മൂകാനുരാഗ സംഗീതം. ഏകാന്തതയൊരാൾ മാത്രമറിയുമെൻ മൂകാനുരാഗ സംഗീതം. ആശകൾ കൊണ്ടൊരു മാളിക കെട്ടി ഞാൻ ആകാശത്തോളമുയർന്നു വാനിലുയർത്തിയോരാമഹാസൗധമിന്ന് മണ്ണിലടർന്നു പതിച്ചു. ഏകാന്തതയൊരാൾ മാത്രമറിയുമെൻ മൂകാനുരാഗ സംഗീതം. വല്ലിയിൽ നിന്നു കിനാവുകൾ കണ്ടിടും മുല്ലമലരറിയില്ല. വാസ്തവം ഞാൻ ഹൃദയമുരളിയിൽ നിത്യവും മീട്ടുമഗാനം. നിത്യവും മീട്ടുമഗാനം. ചന്ദനച്ചാറിൽ കളിച്ചുരസിച്ചിടും ചന്ദ്രനറിയുകയില്ല. തുമ്പത്തണലിൽ തളർന്നു മയങ്ങിടും തുമ്പിയറിയുകില്ല. തുമ്പിയറിയുകില്ല. ചങ്ങല വീണൊരി കൈകളൊരിക്കലും തൂലികയേന്തുകയില്ല. ഘോരാന്ധകാരമാ എന്നന്തരാത്മാവിൽ അന്തിനിലാവുമണഞ്ഞും അന്തിനിലാവുമണഞ്ഞും. ഏകാന്തതയൊരാൾ മാത്രമറിയുമെൻ മൂകാനുരാഗ സംഗീതം. ഈശ്വര, അവരെ കോടതി വെറുതെ വിട്ടെന്ന് ഞാനിപ്പോൾ ആൻ്റണി അടുത്ത് എങ്ങനെ പറയും? ഇവിടുത്തെ പോലീസും നിയമങ്ങളുമൊക്കെ സാധാരണക്കാരനുള്ളതല്ല. പോയപ്പോൾ ആർക്ക് പോയി? നീതിദേവത കണ്ണുകെട്ടിയിരിക്കുന്നത് ഇപ്പോൾ സത്യത്തിനെതിരെയാണ്. എന്നാലും നമ്മുടെ ഭാഗത്തും ഇല്ലേ മാഷേ തെറ്റ്? നമ്മളും കുറച്ച് കാര്യമായിട്ട് അങ്ങ് നോക്കിയിരുന്നെങ്കിൽ. എൻ്റെ കയ്യും പിടിച്ച് നടന്ന രണ്ട് പിള്ളേര്. ശരിയാ മാഷേ. ഇത്രയും തെളിവുണ്ടായിട്ടും കൊന്നു തള്ളിയമാർക്ക് അനുകൂലമായി പോലോ ദൈവമെതിരെ. ആരോട് പറയാൻ? ആ ബെന്നി, മാഷേ പണി കഴിഞ്ഞെങ്കിൽ വാ. നമുക്ക് കളയാൻ പറ്റില്ലല്ലോ നമ്മുടെ ആൻ്റണിയെ. ആൻ്റണി അറിഞ്ഞു കാണോ? ഇതെല്ലാം കൂടി എൻ്റെ തലയിലാണല്ലോ. ആൻ്റണി, ആൻ്റണി. ചാച്ചാ, ചാച്ചാ,
നമുക്കൊരു അപ്പീലിന് പോവാം. ഇതിനു മുകളിലുണ്ടല്ലോ കോടതികൾ. അവർക്കൊരു ജാമ്യം കിട്ടി, അത്ര കരുതിയാ മതി. ഇനി മേൽക്കോടതിയിൽ പോയാലും ഇതൊക്കെ തന്നെ ആവില്ലേ ഗതി? എന്തെങ്കിലും അവിവേകം കാണിക്കാതിരുന്നാ മതിയായിരുന്നു. മാഷേ, ഇവിടെ ഇപ്പോ തൂങ്ങാൻ കയറൊന്നുമില്ല മാഷേ. എല്ലാം എന്റെ മക്കള് കൊണ്ടുപോയില്ലേ? ഈശ്വര, നമ്മളിനി കഴിക്കേണ്ടത് ഇതാണ്. മക്കള് വാകത്താനത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡനത്തിനിരയാക്കി ദുരൂഹ സാഹചര്യത്തിൽ വീടിന്റെ ചായ്പിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിലെ 1ഉം 2ഉം പ്രതികളെ കോടതി വെറുതെ വിട്ടു. അന്വേഷണത്തിലെ വീഴ്ചകളാണ് കേസിന് തിരിച്ചടിയായത്. വാകത്താനം സ്വദേശികളായ എസ്തർ സ്റ്റീഫനെയും അലക്സിനെയുമാണ് കോടതി വെറുതെ വിട്ടത്. വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ ഉയരുന്നു. വിധിക്കെതിരെ വിവിധ സാമൂഹിക സംഘടനകളിലെയും സ്ത്രീ സംഘടനകളെയും ഉന്നതർ പ്രതികരിക്കുന്നു. ഇത് കേരള മനസാക്ഷിയുടെ മുന്നിലുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. കോടതി പരിസരത്ത് നിന്നും നമ്മുടെ പ്രതിനിധി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? ഇതിനോട് പൊതുജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? എന്തായി? അവര് രണ്ടുപേരെയും കള്ളക്കേസിൽ കുടിക്കതല്ലേ? അവർ രണ്ടുപേരും ഇപ്പൊ പുറത്തിറങ്ങിയില്ലേ? അവര് കുറ്റക്കാരല്ലടാ. മനു, ഇതങ്ങനെയൊന്നും അല്ലടാ. ഇതിലെ 1ാം പ്രതി അലക്സാണ്, പാർട്ടി സെക്രട്ടറിയുടെ പെങ്ങളുടെ മകൻ, പാർട്ടിയുടെ പ്രധാന ഗുണ്ട. ഇങ്ങനെയുള്ളവനെയൊക്കെ കിട്ടിയാ കൊല്ലണം. എന്താടാ? ഒന്നുമില്ല.
ചാച്ച വേണ്ട ചാച്ച. ചാച്ച ചാച്ച വാ. ഇപ്പൊ പോയപ്പോ ആർക്ക് പോയി? ആർക്ക് പോയി? പോയി അവന് പോയി. ഇപ്പൊ നമ്മളിവിടെ ഇരുന്ന് ചിരിക്കുന്നു അവന്റെ സങ്കടം. എന്റെ വീട്ടിലാ മറ്റാവണായിരുന്നു മച്ചമ്പി. നീ ഇത് കേക്കടാ, നീ അവിടെ അങ്ങോട്ട് നോക്കാതെ പിന്നെ നമുക്ക് തെയ്യത്തിന് പോവാടേ. എന്റെ വീട്ടിലാ മറ്റായിരുന്നു. നീ അത് വെറുതെ ഞാൻ എടാ നീ അത് വിട്, നമുക്ക് തെയ്യത്തിന് പോണ്ടേ. എൻ്റെ ഭാര്യയും കുട്ടികളെല്ലാം പോയില്ലേ, വീട്ടിലാരും ഇല്ലല്ലോ. പോവാം, തെയ്യത്തിന് പോവാം. വാ. താക്കോല് വീടിന്റെ താക്കോല് എങ്ങടാ? എൻ്റെ വീടിൻ്റെ ഇല്ലല്ലോ. അത് അവള് വന്ന് ഒതുക്കി വെക്കുവല്ലേ, അത് അവിടെ നിക്കട്ട്. നീ വാ, നീ എന്നെ ടോർച്ച് ഇട്. ഞാൻ മുണ്ടൊക്കെ നേരത്തെ കൊടുക്ക്. ചാച്ചാ ചാച്ചാ ഉണ്ട്.
ആരും ഉറങ്ങിയിട്ടില്ല. റാക്കും
ഒന്ന് പോകട്ടെ. വാ.
കോടതി കാശിന്റെ മുമ്പിൽ നീരാത്ത ഒരു കോടതി ഇല്ല അളിയാ ഈ നാട്ടില്. കോടതി കരിക്ക, അവള് കരിക്കല്ല ഇതായിരുന്നു അവളെ അണ്ണ. നീരല്ലടാ അതിലും പിഞ്ച്. അണ്ട് ഈ കുപ്പി കണ്ടോ? ഈ കുപ്പി കണ്ടോ നിങ്ങൾ? ആടെ ഈ കുപ്പി കണ്ടോ? ഓയ് ഈ കുപ്പി കണ്ടോ നീ? ഈ കുപ്പിയിൽ ഒരു തുള ഇട്ടാതെ വരുന്ന മദ്യമാണ് നീ. മദ്യാണ് ഈ പോകുന്ന മദ്യമാണ്. കുടിയാ കുടിയാ നീ കുടിയാ നീ കുടിയാ നീ കുടിയാ. ഇതാണ് നിയമം ഇവിടുത്തെ. അറിയാവടാ നിങ്ങൾ മാമനെ മരുവനും കൂടെ നിയമമൊക്കെ കണ്ടു. നിനക്ക് വേണോ നീതി? എന്റെ മാമൻ തരുവണ എന്നെ എന്റെ നിനക്ക് വേണോ നിനക്ക് വേണോടാ നീതി? എന്റെ മാമൻ തരുവണ നീതി. ഞാൻ ഇത് കത്തിച്ചിട്ട് നിനക്ക് വേണോടാ നീതി? വേണോടാ നീതി വേണോ? ഇവ കരിക്ക് വേണോ നിനക്ക്? നീതി അവിടുത്തെ നീതി പേടിക്കണം. പേടിക്കണം നീയൊക്കെ. എന്റെ മാമനെ പേടിക്കണം നീയൊക്കെ. മിണ്ടായിടാ മിണ്ടായി. ഞാൻ ഇപ്പൊ ചെയ്ത് പോവാണ്. ഞാൻ വീട്ടിൽ പോയി ചെയ്ത് പോവാണ്. എനിക്ക് ഒരു കല്യാണം പോവാ. നീ പറഞ്ഞേ ഞാൻ പോവും. ഞാൻ അടുത്ത വഴിയടാ. ലൈറ്റിന് പോകുമ്പോ ആരടി അത്? നിനക്ക് വേണോ നിയമം? ഡേ കൊള്ളാലോടി നീ. ഇങ്ങോട്ട് വാടി. നിനക്കും തരാ ഞാൻ നീതി. വാടി ഇവിടെ. നീ അങ്ങനെ പോയാലോ? അത് എങ്ങോട്ട് പോയാള്? അവക്കും വേണം നീതി. എല്ലാവർക്കും എൻ്റെ നീതി വേണമല്ലേ? മാമു മാമ നീതിക്ക് വേണ്ടി വന്നാടാ. നിക്കടാ അവിടെ.
കാണുന്നുണ്ടോടാ? എന്റെ മക്കളെ നീ കാണുന്നുണ്ടോടാ?
വാ. കിട്ടിയൊന്നും പോരാടി. പോയില്ലോടന്മാര്. നീ കോടതി വിട്ടത് കണ്ടില്ലേ? നീയും നിന്റെ ഭർത്താവും 1 വർഷം കൊണ്ട് എന്നെ ഉണ്ടാക്കാൻ നടക്കല്ലേ, എന്റെ മരുമോനെയും എന്നെയും. എന്നിട്ട് നീയൊക്കെ എന്തുണ്ടാക്കി? എന്നെ എന്റെ മരുമോനെ വെറുതെ വിട്ടത് കണ്ടില്ലേ? കേസും കോടതി എന്റെ മരുമോനെ എനിക്ക് ഇതാണല്ലേ. എടി കോപ്പെ, നീ എന്തൊക്കെ ചെയ്താലും ഞാനും എന്റെ മരുമോനും പുഷ്പം പോലെ ഇറങ്ങി നടക്കുവടി. നീ ആരാണെന്നടി ഇതിന്റെ വിചാരം? ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന്. പോകാൻ ഇറങ്ങിപ്പോടി. നീ ഇനി ഈ ബന്ധം പറഞ്ഞ് ഇവിടെ വല്ലതും ഇവിടെ പിടിച്ച് കയറ്റിയ ഈ SS ശിവന്റെ സ്വഭാവം നീ അറിയും. പറഞ്ഞ കേട്ടോടി, കേട്ടോടി. എന്താ മോളെ ഈ രാത്രിയിൽ? കോടതി നിന്ന് കിട്ടാത്തതിന് വേണ്ടി വന്നതാണ് ഞാൻ. അടച്ചാട് തുറടി. ആടെ അടച്ച തുറടിയാണ് വാതിൽ.
എന്റെ മക്കള് നിന്നെ വിളിച്ചത് അപ്പാന്നാണ്. അറിയാമോടാ അപ്പാന്ന്. വല്യപ്പാന്ന്. അത് ഞാനല്ലടാ, അലക്സ്. അലക്സ് അല്ലല്ലല്ല അലക്സ്. അവൻ പോയടാ, പോയി. അവനെ ഞാൻ പറഞ്ഞു വിട്ടടാ. വിളിച്ചില്ലേ? അവൻ നിന്നെ വിളിച്ചില്ലേ? വിളിച്ചു നോക്കടാ. അലക്സ്, 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 വിളിയടാ, വിളിച്ചു നോക്കടാ. എടാ, മൂത്രം ഒഴിക്കാൻ പോലും അറിഞ്ഞൂടാത്ത എന്റെ മക്കളിന്ന് നിനക്ക് എന്ത് കാമോടാ കിട്ടിയത്? ഏടാ പറയടാ, പറയടാ. ഇതല്ലേ നീതി? എത്ര മെഴുകുതിരി ഞാനും എന്റെ ആലീസും നിന്റെ മുന്നിൽ വെച്ച് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതല്ലേ ഒരു അച്ഛന് കിട്ടേണ്ട നീതി? എന്റെ ആലീസിന് കിട്ടേണ്ട നീതി ഇതല്ലേ? ഇതാ കൊണ്ടുകൊടു, എന്നെ പോലുള്ള അച്ഛന്മാർക്ക് കൊണ്ടുകൊടു. മോളെ, നിനക്കും കൂടെ വേണ്ടി ഞാൻ ഇത് ചെയ്തത്. രണ്ടു മക്കളെ തിന്ന എന്റെ പിള്ളേരെ നീയും നിന്റെ ഭർത്താവും കൊന്ന് മണിക്കൂറിനകം നിന്നെ വിളിക്കണമെങ്കിൽ നിന്റെയൊക്കെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. ജയിലിലിട്ടവനെ എന്റെ പിള്ളേര് വെട്ടിക്കൊന്നു. കേട്ടോടി പൊന്നെ. നീ എത്ര വെട്ടിയാലും എന്റെ ചാച്ചൻ തിരികെ വരും. നിന്നെ തീർക്കാൻ എന്തെന്നറിയോ? നിനക്കില്ലാത്തതൊന്ന് എനിക്കും എന്റെ ചാച്ചനുണ്ട്. എന്താടി നായിന്റെ മോളെ അത്? തന്ത